ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ചാക്കോച്ചൻ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ജർമ്മൻ ലാംഗ്വേജിലെ വെർബ് കോൺജുഗാക്സിയോൺ ആണ്. നമുക്കറിയാം ഒരു ലാംഗ്വേജിൽ വെർബ് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്ന്. പ്രത്യേകിച്ചും ജർമ്മൻ ലാംഗ്വേജിൽ ഒരു സെൻറ്റൻസ് എഴുതുമ്പോൾ അതിൻ്റെ സെക്കൻഡ് പൊസിഷനിൽ എപ്പോഴും വെർബ് ഉണ്ടായിരിക്കണം. ആ വെർബ് എപ്പോഴും നമ്മുടെ സബ്ജക്റ്റിനോട് കോൺജുഗേറ്റ് ചെയ്തായിരിക്കും. ഈ കോൺജുഗേഷൻ ആയിരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് കോൺജുഗേഷൻ എന്ന് നമുക്ക് ആദ്യം നോക്കാം. The conjugation is a process of changing the form of verb in order to match the subject and tense. ഈ സബ്ജക്റ്റ് ചിലപ്പോൾ ഒരു വസ്തുവാകാം അല്ലെങ്കിൽ വ്യക്തിയാകാം. ഇനി ടെൻസ് അത് പ്രസന്റ് ആകാം, പാസ്റ്റ് ആകാം, ഫ്യൂച്ചർ ആകാം. ഓക്കെ, നമുക്ക് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു വെർബ് തന്നെ അതിൻ്റെ എക്സാമ്പിൾ ആയി നമുക്ക് നോക്കാം. ടു ബി എന്ന വെർബ് ഞാൻ എടുത്തു. ടു ബി പ്രസന്റ് ടെൻസിൽ ഓരോ സബ്ജക്റ്റിനോടും കോൺജുഗേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. I am, you are, he is, she is, it is, we are, they are. കണ്ടോ, ടു ബി എന്ന് പറഞ്ഞ വെർബ് ഓരോ സബ്ജക്റ്റിന്റെ കൂട്ടത്തിലും പ്രസന്റ് ടെൻസിൽ വന്നപ്പോൾ ഡിഫറെന്റ് ഫോർമാറ്റ് ആയില്ലേ. ഇതാണ് വെർബ് കോൺജുഗേഷൻ. ഓക്കെ, ഇനി ഈ സെയിം വെർബ് പാസ്റ്റിലോട്ട് വരുമ്പോഴത്തേക്കോ എങ്ങനെ പറയും? ഐ വാസ്, യു വേർ, he was, she was, it was, we were, they were. ഇനി അതേപോലെ തന്നെ ഈ സെയിം വെർബ് ഫ്യൂച്ചറിലോട്ട് വരുമ്പോഴോ ഐ വിൽ ബി, യു വിൽ ബി, ഹി വിൽ ബി, ഷീ വിൽ ബി, ഇറ്റ് വിൽ ബി, വി വിൽ ബി, ദേ വിൽ ബി. ഇതാണ് വെർബ് കോൺജുഗേഷൻ. ഓരോ സബ്ജക്റ്റിൻ്റെയും ഓരോ ടെൻസിൻ്റെയും കൂടെ വരുമ്പോൾ വെർബിന് ഡിഫറെൻറ്റ് ഫോർമാറ്റ് ഉണ്ടാകും. ആ ഫോർമേഷനും ആ ഫോർമാറ്റും എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ദി വെർബ് കോൺജുഗാക്സിയോൺ ഫോർമുല ഫോർ ഏത് സബ്ജക്റ്റ്. ഓരോ സബ്ജക്റ്റിന്റെ കൂടെ വരുമ്പോൾ വെർബിന്റെ കോൺജുഗേഷന്റെ ഫോർമുല, ആ ഫോർമുല പഠിച്ചു കഴിഞ്ഞാൽ ഇത് പഠിക്കാൻ വളരെ ഈസിയാണ്. ഫോർമുലയും ഭയങ്കര എളുപ്പമാണ്. ഫോർമുല പഠിക്കുന്നതിന് മുന്നോടിയായി നമ്മളൊരു 9 സബ്ജക്റ്റ് അറിഞ്ഞിരിക്കണം. അതിന് നമ്മൾ നോമിനാറ്റീവ് പേഴ്സണൽ പ്രൊനോമൻ എന്ന് പറയും. നോമിനാറ്റീവ് പേഴ്സണൽ പ്രൊനോമൻ നമുക്ക് നോക്കാം. ഇഹ്, ഐ അല്ലെങ്കിൽ ഞാൻ, ദു, യു അല്ലെങ്കിൽ നീ, എർ, ഹി അല്ലെങ്കിൽ അവൻ, സി, ഷീ അല്ലെങ്കിൽ അവൾ, യെസ്, ഇറ്റ് അല്ലെങ്കിൽ അത്, വിയർ, വി അല്ലെങ്കിൽ ഞങ്ങൾ, ഇയർ, യു ഓൾ അല്ലെങ്കിൽ നിങ്ങൾ, ക്യാപിറ്റൽ സി, ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം സി, യു ഫോർമൽ അതായത് നമ്മൾ താങ്കൾ എന്നൊക്കെ പറയില്ലേ, താങ്കൾ, സ്മോൾ ലെറ്റർ സി, ദേ, അവർ. ഈ 9 സബ്ജക്റ്റും നമുക്ക് മനഃപ്പാടമായിട്ടിരിക്കണം വെർബ് കോൺജുഗേഷൻ അറിയാനായി. ഓക്കെ, ഈ 9 സബ്ജക്റ്റ് ഏതൊക്കെയാണ്? ഇഹ്, ദു, എർ, സി, എസ്, വിയർ, ഇയർ, സി, സി. ഇനി നമുക്കൊരു വെർബിനെ കുറിച്ച് പഠിക്കാം. നമ്മുടെ ജർമ്മൻ ലാംഗ്വേജിൽ ഏതൊരു വെർബ് എടുത്താലും അതിനൊരു വെർബ് സ്റ്റെമ്മും ഉണ്ടായിരിക്കും, ഒരു വെർബ് എൻഡിങ്ങും ഉണ്ടായിരിക്കും. ഏതൊരു വെർബ് എടുത്താലും അതിനൊരു വെർബ് സ്റ്റെമ്മും ഉണ്ടായിരിക്കും, വെർബ് എൻഡിങ്ങും ഉണ്ടായിരിക്കും. ഇനി എന്താണ് ഈ വെർബ് സ്റ്റെം അല്ലെങ്കിൽ ഈ വെർബ് സ്റ്റാം? ജർമ്മനിൽ അതാണ് പറയുന്നത് വെർബ് സ്റ്റാം. വെർബ് സ്റ്റാം എന്താണെന്ന് നമുക്ക് നോക്കാം. ദി വെർബ് സ്റ്റാം ഇസ് ദി പാർട്ട് ഓഫ് ദി വെർബ് വിച്ച് റിമൈൻസ് കോൺസ്റ്റന്റ് വെൻ യു കോൺജുഗേറ്റ് ദി വെർബ്. നമ്മൾ ഒരു വെർബിനെ കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ അതിനെന്തൊക്കെയോ മാറ്റങ്ങൾ വരുമല്ലോ. പക്ഷേ ഈ വെർബ് സ്റ്റെമ്മിന് നമ്മൾ വെർബിനെ എങ്ങനെ കോൺജുഗേറ്റ് ചെയ്താലും മാറ്റങ്ങളോ കാര്യങ്ങളോ വരില്ല. ആൻഡ് ഓൾസോ ഇൻ ജർമ്മൻ ലാംഗ്വേജ് വെർബ് സ്റ്റെം യൂഷ്വലി കംസ് ബിഫോർ ഇഎൻ. ഇത്രയും പഠിച്ചെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? വെർബ് സ്റ്റെം എന്താണെന്ന് പഠിച്ചു, അതുപോലെ തന്നെ ഒരു 9 സബ്ജക്റ്റും പഠിച്ചു. ഇനി നമുക്ക് ഇതിന്റെ ഫോർമുല നോക്കാം. ഇഹിന്റെ കൂടെ വരുമ്പോൾ വെർബ് സ്റ്റെം പ്ലസ് ഇ, ഇഹിന്റെ കൂട്ടത്തിൽ വരുമ്പോൾ വെർബ് സ്റ്റെം പ്ലസ് ഇ. ദൂവിന്റെ കൂട്ടത്തിൽ വരുമ്പോൾ വെർബ് സ്റ്റെം പ്ലസ് എസ് ടി. എർസി എസിന്റെ കൂട്ടത്തിൽ വരുമ്പോൾ വെർബ് സ്റ്റെം പ്ലസ് ടി. വിയറിന്റെ കൂടെ വരുമ്പോൾ വെർബ് സ്റ്റെം പ്ലസ് ഇ എൻ. ഇയറിന്റെ കൂട്ടത്തിൽ വരുമ്പോൾ വെർബ് സ്റ്റെം പ്ലസ് ടി. സി സിയുടെ കൂടെ വരുമ്പോൾ വെർബ് സ്റ്റെം പ്ലസ് ഇ എൻ. ഇതാണ് നമ്മുടെ വെർബ് കോൺജുഗേഷൻ ഫോർമുല. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇഹിന്റെ കൂട്ടത്തിൽ വരുമ്പോൾ വെർബ് സ്റ്റെം പ്ലസ് ഇ, ദുവിന്റെ കൂട്ടത്തിൽ വെർബ് സ്റ്റെം പ്ലസ് എസ് ടി, എർസിഎസിന്റെ കൂട്ടത്തിൽ വെർബ് സ്റ്റെം പ്ലസ് ടി, വിയറിന്റെ കൂട്ടത്തിൽ വെർബ് സ്റ്റെം പ്ലസ് ഇ എൻ, ഇയറിന്റെ കൂട്ടത്തിൽ വരുമ്പോൾ വെർബ് സ്റ്റെം പ്ലസ് ടി, സി സിയുടെ കൂടെ വരുമ്പോൾ വെർബ് സ്റ്റെം പ്ലസ് ഇ എൻ. ഇനി നമുക്ക് ഇത് യൂസ് ചെയ്ത് നോക്കാം. അതിനു മുൻപായി നമുക്ക് ജർമ്മൻ ലാംഗ്വേജിൽ 2 തരം വെർബുകളാണുള്ളത്. ഒന്നാമതായി റെഗുലർ വെർബും രണ്ടാമതായി ഇറഗുലർ വെർബ്സും.
നമ്മൾ ഈ വീഡിയോയുടെ ആദ്യത്തെ പാർട്ടിൽ പഠിക്കാൻ പോകുന്നത് ഈ റെഗുലർ വെർബ്സിനെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ റേഗൽ മേസിഗെ വെർബൻ. റേഗൽ മേസിഗെ വെർബൻ. ഇനി എന്താണ് റെഗുലർ വെർബ്സ്? Regular verbs are the verbs which follows a consistent and predictable pattern when they are conjugated. And its verb stem will not change with subject or tense. ഈ റെഗുലർ വെർബ് എപ്പോഴും ഒരു പ്രെഡിക്റ്റബിളും കൺസിസ്റ്റന്റുമായുള്ള പാറ്റേണിലായിരിക്കും കോൺജുഗേറ്റ് ചെയ്യപ്പെടുന്നത്. ഇതിൻ്റെ വെർബ് സ്റ്റെം ഒരിക്കലും ഒരു സബ്ജക്റ്റിനോട് കൂടി വന്നെന്ന് ഓർത്തോണ്ടോ അല്ലെങ്കിൽ ഒരു ടെൻസിൽ വന്നെന്ന് ഓർത്തോണ്ടോ ചേഞ്ച് വരില്ല. നമുക്കത് കുറെ കൂടി നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഈ വെർബുകളുടെ എക്സാമ്പിളുകൾ കാണണം. നമുക്ക് ആദ്യം ഒരു 5 റെഗുലർ വെർബ്സ് പരിചയപ്പെടാം. മാഹൻ ടു ഡു, സ്പീലൻ ടു പ്ലേ, കൗഫൻ ടു ബൈ, ഹ്യോറൻ ടു ഹിയർ, വോനൻ ടു ലീവ്. നമുക്ക് ആദ്യത്തെ വെർബിനെ എടുക്കാം. മാഹൻ എന്താണ്? ടു ഡു. ഈ മാഹൻ എന്ന വെർബിന്റെ വെർബ് സ്റ്റെം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ജർമ്മൻ ലാംഗ്വേജിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, എല്ലാ വെർബും ഒരു 90% വെർബും എൻഡ് ചെയ്യുന്നത് എന്നിലായിരിക്കും. വളരെ ചുരുക്കം വെർബ് എന്നിലും എൻഡ് ചെയ്യുന്നുണ്ട്, എന്നാലും ഒരു 90-95% വെർബുകളും എൻഡ് ചെയ്യുന്നത് എന്നിലായിരിക്കും. അപ്പോൾ ഒരു വെർബ് സ്റ്റെം കണ്ടുപിടിക്കാനുണ്ടായി ഈ ഒഴിച്ചുള്ള ഭാഗമായിരിക്കും ഒരു വെർബിന്റെ വെർബ് സ്റ്റെം. ഒഴിച്ചുള്ള ഭാഗമായിരിക്കും ഒരു വെർബിന്റെ വെർബ് സ്റ്റെം. അപ്പോൾ ഈ സെന്റൻസിലെ മാഹൻ എന്ന വെർബിലെ വെർബ് സ്റ്റെം ഏതാണ്? മാഹ്. നമ്മൾ വെർബ് കോൺജുഗേഷൻ ഫോർമുല ഓൾറെഡി പഠിച്ചു. ഇഷിന്റെ കൂട്ടത്തിൽ വരുമ്പോൾ എങ്ങനെയാണ്? വെർബ് സ്റ്റെം പ്ലസ് ഇ. അപ്പോൾ ഈ മാഹന്റെ വരുമ്പോഴോ ഇഹ് മാഹേ. ദൂവിൽ വരുമ്പോൾ എങ്ങനെയായിരുന്നു? വെർബ് സ്റ്റെം പ്ലസ് എസ് ടി, ദു മാക്സ്റ്റ്. എർസിഎസിൽ വരുമ്പോൾ വെർബ് സ്റ്റെം പ്ലസ് ടി, അപ്പൊ എന്ത് വരും? മാഹ്റ്റ്. വിയറിൽ വരുമ്പോൾ വെർബ് സ്റ്റെം പ്ലസ് ഇവിടെ വരുമ്പോഴോ മാഹ് പ്ലസ് മാഹൻ. ഇയറിൽ വരുമ്പോഴോ ഓളിൽ വരുമ്പോഴത്തേക്ക് വെർബ് സ്റ്റെം പ്ലസ് ടി, മാഹ്റ്റ്. മാഹ് പ്ലസ് ടി, മാഹ്റ്റ്. സിയിൽ വരുമ്പോൾ എങ്ങനെ വരും? മാഹ് പ്ലസ് വെർബ് സ്റ്റെം പ്ലസ് അതായത് മാഹ് പ്ലസ് മാഹൻ. അപ്പൊ ഇതിന്റെ കോൺജുഗേഷൻ എങ്ങനെ പോയി? ഇഷ് മാഹെ, ദു മാക്സ്റ്റ്, എർസിഎസ് മാക്റ്റ്, വിയർ മാഹൻ, ഇയർ മാക്ട്, സിസി മാഹൻ. കുറച്ചും കൂടി മനസ്സിലാവാനേ നമുക്കൊരു സെന്റൻസ് നോക്കാം. ഐ ഡു ദി ഹോംവർക്ക്. എങ്ങനെ എഴുതും? ഇസ് മാഹെ ദി ഹൗസ് ഓഫ് കാവൻ. യു ഡു ദി ഹോംവർക്ക് എന്ന് എങ്ങനെ പറയും? ദു മാക്സ്റ്റ് ദി ഹൗസ് ഓഫ് കാവൻ. ഹി ഡു ദി ഹോംവർക്ക് എന്നോ? മാഹ്റ്റ് ദി ഹൗസ് ഓഫ് കാവൻ. വി ഡു ദി ഹോംവർക്ക് എന്നോ? വിയർ മാഹൻ ദി ഹൗസ് ഓഫ് കാവൻ. യു ഓൾ ഡു ദി ഹോംവർക്കോ? ഇയർ മാഹ്റ്റ് ദി ഹൗസ് ഓഫ് കാവൻ. ദേ ഡു ദി ഹോംവർക്കോ? സി മാഹൻ ദി ഹൗസ് ഓഫ് കാവൻ. ഇനി മറ്റൊരു റെഗുലർ വെർബ് ഞാൻ നോക്കുവാണ്. സ്പീലൻ എന്താണ്? ടു പ്ലേ. സ്പീലന്റെ വെർബ് സ്റ്റെം ഏതായിരിക്കും? സ്പീൽ. ന് മുൻപുള്ള ഭാഗമാണ് വെർബ് സ്റ്റെം. അപ്പോൾ ഇത് ഇങ്ങനെ കോൺജുഗേറ്റ് ചെയ്യും. ഇസ് സ്പീലെ, ദു സ്പീൽസ്റ്റ്, എർസിഎസ് സ്പീൽറ്റ്, വിയർ സ്പീലൻ, ഇയർ സ്പീൽറ്റ്, സിസി സ്പീലൻ. ആ ഫോർമുല നമുക്ക് വ്യക്തമായി അറിയാമെന്നുണ്ടെങ്കിൽ ഈ കോൺജുഗേഷൻ വളരെ ഈസിയാണ്. ഇപ്പോൾ ഞാൻ 5 റെഗുലർ വെർബ് മാത്രമേ നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ. ബാക്കിയുള്ള വെർബിന്റെ ലിസ്റ്റുകൾ ഞാൻ പിൻ ചെയ്തിട്ടേക്കാം മറ്റൊരു വീഡിയോയിൽ. റെഗുലർ വെർബ് എല്ലാം കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ റെഗുലർ വെർബ് പരിചയപ്പെട്ടു, ഒരു 5 വെർബ്സും നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റെഗുലർ വെർബിന്റെ സ്പെഷ്യൽ കേസ് 1 ആണ്. റേഗൽ മേസിഗെ വെർബിൻ സോണ്ടർഫാൽ 1. ഓക്കെ, ഇനി സ്പെഷ്യൽ കേസ് 1 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് വെർബ് സ്റ്റെം എൻഡ് വിത്ത് ഡി ഓർ ടി. വെർബ് സ്റ്റെം ടിയിലോ ഡിയിലോ അവസാനിച്ചു കഴിഞ്ഞാൽ ദൂവിൽ ശരിക്കും ഫോർമുല അനുസരിച്ച് കോൺജുഗേഷൻ എങ്ങനെയാണ്? ദൂവിൽ എസ് ടി ആണ്. ഇറ്റ് ചേഞ്ചസ് ടു EST. എർസിഎസിലും ഇയറിലും നമ്മുടെ ഫോർമുല അനുസരിച്ച് ടി ആണ്. ഇറ്റ് ചേഞ്ചസ് ടു ET. അതായത് വെർബ് സ്റ്റെം ഡിയിലോ ടിയിലോ അവസാനിച്ചു കഴിഞ്ഞാൽ ദൂവിലെ ST എന്താവും? EST ആവും. എർസിഎസിലെ ഇയറിലെയും ടി എന്താവും? ET ആവും. ഇങ്ങനെ വരുന്ന ഒരു 5 വെർബിനെ നമുക്ക് പരിചയപ്പെടാം. ഒന്നാമതായി അർബൈറ്റൻ. അർബൈറ്റൻ എന്ന് വെച്ചാൽ ടു വർക്ക്. രണ്ടാമതായി അൻറ്റുവോർട്ടൻ, ടു ആൻസർ. ഹൈറാറ്റൻ, ടു മാരി. റേഡൻ, ടു ടോക്ക്. വാർട്ടൻ, ടു വെയിറ്റ്.
ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ എല്ലാം വെർബ് സ്റ്റെം ഡിയിലോ അല്ലെങ്കിൽ ടിയിലോ ആണ് അവസാനിക്കുന്നത്. ഈ സോണ്ടർഫാൾ ലൈൻസിൽ അല്ലെങ്കിൽ സ്പെഷ്യൽ കേസ് 1 എവിടെ മാത്രമേ പ്രശ്നം വരുന്നുള്ളൂ അല്ലെങ്കിൽ എവിടെ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ? ദൂവിലും RCSലും ഇയറിലും മാത്രം. ബാക്കി എല്ലാ സബ്ജക്റ്റിന്റെ കൂട്ടത്തിലും നമ്മുടെ പഴയ കോൺജുഗേഷൻ ആണ്. അപ്പോൾ നമുക്ക് കോൺജുഗേറ്റ് ചെയ്ത് നോക്കാം. ആദ്യത്തെ വെർബ് അർബൈറ്റൻ തന്നെ എടുക്കാം. എങ്ങനെ എഴുതും? ഇഷ് അർബൈറ്റ് ആണ് വെർബ് സ്റ്റെം പ്ലസ് ഇ. ഇഷ് അർബൈറ്റ്. ദൂവിൽ വരുമ്പോഴോ ദു അർബൈറ്റ് പ്ലസ് ST വരുമോ? ഇല്ല, EST വരും. ദു അർബൈറ്റസ്റ്റ്. ദു അർബൈറ്റസ്റ്റ്. ST ചേഞ്ചസ് ടു EST. RCSലോ അർബൈറ്റ് പ്ലസ് ടി അല്ല ET. അർബൈറ്റഡ്. വെർബ് സ്റ്റെം പ്ലസ് ET. അർബൈറ്റഡ്. വിയർ പഴയ നോർമൽ കോൺജുഗേഷൻ ആണ്. വിയർ അർബൈറ്റൻ. ഇയറിലോ ഇയറിലും ചേഞ്ച് ഉണ്ട്. ടി എന്നുള്ളത് എന്താവും? ET. ഇയർ അർബൈറ്റഡ്. CC അർബൈറ്റൻ. ഐ വർക്ക് ഇൻ ബെർലിൻ. എങ്ങനെ പറയും? ഇഷ് അർബൈറ്റ് ഇൻ ബെർലിൻ. യു വർക്ക് ഇൻ ബെർലിൻ എങ്ങനെ പറയും? ദു അർബൈറ്റസ്റ്റ് ഇൻ ബെർലിൻ. ഷീ വർക്ക് ഇൻ ബെർലിൻ ആണെങ്കിലോ സി അർബൈറ്റഡ് ഇൻ ബെർലിൻ. വി വർക്ക് ഇൻ ബെർലിൻ ആണെങ്കിലോ വിയർ അർബൈറ്റൻ ഇൻ ബെർലിൻ. യു ഓൾ വർക്ക് ഇൻ ബെർലിൻ ആണെങ്കിൽ ഇങ്ങനെ പറയും? ഇയർ അർബൈറ്റഡ് ഇൻ ബെർലിൻ. ദേ വർക്ക് ഇൻ ബെർലിൻ എന്നാണ് എങ്ങനെ പറയും? സി അർബൈറ്റൻ ഇൻ ബെർലിൻ. മനസ്സിലായല്ലോ? ഇതാണ് നമ്മുടെ സ്പെഷ്യൽ കേസ് 1. നമുക്കിനി അതിനകത്തെ മറ്റൊരു വെർബും കൂടെ നമുക്ക് കോൺജുഗേറ്റ് ചെയ്ത് നോക്കാം. അൻഡ്വോർട്ടൻ. അപ്പോൾ ഇതെങ്ങനെ എഴുതും? ഇഷ് അൻഡ്വോർട്ടെ. ദു അൻഡ്വോർട്ടസ്റ്റ്. EST വരും. RCS അൻഡ്വോർട്ടഡ്. വിയർ അൻഡ്വോർട്ടൻ. ഇയർ അൻഡ്വോർട്ടഡ്. CC അൻഡ്വോർട്ടൻ. മാക്സിമം പഠിക്കാൻ പറ്റാവുന്ന അത്രയും വെർബുകൾ മനപ്പാടമാക്കി പോകാൻ ശ്രമിക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റെഗുലർ വെർബ്സിന്റെ സ്പെഷ്യൽ കേസ് 2 ആണ്. സോണ്ടർഫാൾ സ്വൈ. സോണ്ടർഫാൾ സ്വൈ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് വെർബ് സ്റ്റെം എൻഡ് വിത്ത് S, SET or Z. വെർബ് സ്റ്റെം എസിലോ എസെറ്റിലോ ഇസെറ്റിലോ അവസാനിച്ച് കഴിഞ്ഞാൽ ദുവിൽ ഫോർമുല വൈസ് എങ്ങനെയാണ് വരുന്നത്? ദുവിൽ ST ആണ് വരുന്നത്. ഇറ്റ് ചേഞ്ചസ് ടു T. ഇഫ് വെർബ് സ്റ്റെം എൻഡ് വിത്ത് S, SET or Z, ദുവിലെ ST എന്താവും? വെറും T ആവും. ഇവിടെ ആകെ ചേഞ്ച് വരുന്നത് ദുവില് മാത്രമാണ്. നമുക്കൊരു 5 വെർബും നോക്കാം. ടാൻസൻ. ടാൻസൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഡാൻസ്. റൈസൻ ടു ട്രാവൽ. പാസൻ ടു ഫിറ്റ് അല്ലെങ്കിൽ ടു സ്യൂട്ട്. ഹാസൻ ടു ഹേറ്റ്. ഗ്രൂസൻ ടു ഗ്രീറ്റ് എന്നിങ്ങനെ 5 വെർബ് നമ്മൾ കണ്ടു. ഏതൊക്കെയാണ്? ടാൻസൻ, റൈസൻ, പാസൻ, ഹാസൻ ആൻഡ് ഗ്രൂസൻ എന്നിങ്ങനെ 5 വെർബ് കണ്ടു. ഈ 5 വെർബും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെല്ലാം എൻഡ് ചെയ്യുന്നത് എസിലോ എസെറ്റിലോ ഇസെറ്റിലോ ആയിരിക്കും. എസിലോ എസെറ്റിലോ ഇസെറ്റിലോ അവസാനിച്ച് കഴിഞ്ഞാൽ എന്താ ചേഞ്ച് വരിക? ദൂവില് ST എന്താവും? വെറും T ആവും. അപ്പൊ ഇത് നമുക്ക് ആദ്യത്തെ വെർബ് ടാൻസൻ നോക്കാം. ബാക്കി എല്ലായിടത്തും നമ്മുടെ കോൺജുഗേഷൻ പഴയ ഫോർമുലയിൽ തന്നെയാണ്. എങ്ങനെ നോക്കാം? ഈസ് ടാൻസെ. ദു ടാൻസ്ഡ്. വെർബ് സ്റ്റെം പ്ലസ് ST ഇല്ല, T മാത്രമേ ഉള്ളൂ. ദു ടാൻസ്ഡ്. RCS ടാൻസ്ഡ്. അപ്പൊ നോക്കിയേ ദൂവിലും RCSലും സെയിം കോൺജുഗേഷൻ ആയിരിക്കും. വിയർ ടാൻസൻ, ഇയർ ടാൻസ്ഡ്, CC ടാൻസൻ. അപ്പോൾ നമുക്കൊരു സെന്റൻസും കൂടെ നോക്കാം. ഐ ഡാൻസ് എവരി ഡേ. ഞാൻ എല്ലാ ദിവസവും ഡാൻസ് ചെയ്യും. എങ്ങനെ പറയും? ഇസ് ഡാൻസ് ഏഡൻ ടാഗ്. യു ഡാൻസ് എവരി ഡേ. എങ്ങനെ പറയും? ദു ഡാൻസ്ഡ് ഏഡൻ ടാഗ്. ഷീ ഡാൻസ് എവരി ഡേ. സി ഡാൻസ്ഡ് ഏഡൻ ടാഗ്. വി ഡാൻസ് എവരി ഡേ. വിയർ ഡാൻസൻ ഏഡൻ ടാഗ്. യു ഓൾ ഡാൻസ് എവരി ഡേ. ഇയർ ഡാൻസ്ഡ് ഏഡൻ ടാഗ്. ദേ ഡാൻസ് എവരി ഡേ. സി ഡാൻസൻ ഏഡൻ ടാഗ്. അപ്പൊ നോക്കിയോളൂ ദൂയിലും RCSലും ഇയറിലും സെയിം കോൺജുഗേഷൻ ആണ്. ഇനി മറ്റൊരു വെർബിനെ കൂടെ നമുക്ക് കോൺജുഗേറ്റ് ചെയ്ത് നോക്കാം. റൈസൻ. ഇഹിന്റെ കൂടെ വരുമ്പോൾ ഇഹ് റൈസെ. ദു റൈസ്ഡ്. ST വരത്തില്ല, വെറും T മാത്രം. ദു റൈസ്ഡ്. RCS റൈസ്ഡ്. വിയർ റൈസൻ. ഇയർ റൈസ്ഡ്. CC റൈസൻ. ബാക്കി വെർബുകൾ നിങ്ങൾ സ്വന്തമായി കോൺജുഗേറ്റ് ചെയ്ത് നോക്കുക. ഇത്രയുമാണ് റെഗുലർ വെർബ്സ്. നമ്മളിപ്പോൾ എന്തൊക്കെ പഠിച്ചു? ആദ്യമായി 5 റേഗൽ മേസിക വെർബൻ പഠിച്ചു, അത് കോൺജുഗേറ്റ് ചെയ്തു. പിന്നെ റേഗൽ മേസിക വെർബൻ തന്നെ റെഗുലർ വെർബിന്റെ സോണ്ടർഫാൾസ് 5 പഠിച്ചു. സ്പെഷ്യൽ കേസ് 1 പഠിച്ചു.
എന്തായിരുന്നു സ്പെഷ്യൽ കേസ് 1? ഇഫ് വെർബ് സ്റ്റെം എൻഡ് വിത്ത് ഡി ഓർ ടി, ഡൂവിലെ എസ് ടി ചേഞ്ചസ് ടു ഇ എസ് ടിയും എർസിഎസിലെ ഇയർലൈൻ ടി ചേഞ്ചസ് ടു ഇ ടിയും. പിന്നെ രണ്ടാമതായി സൊണ്ടർഫാൽ സ്വൈ പഠിച്ചു. സൊണ്ടർഫാൽ സ്വൈ എന്തായിരുന്നു? ഇഫ് വെർബ് സ്റ്റെം എൻഡ് വിത്ത് എസ്, എസെറ്റ് ഓർ ഇസെറ്റ്, ഡൂവിലെ എസ് ടി ചേഞ്ചസ് ടു ടി. ഇത്രയുമായിരുന്നു റേഗൽമേസിക വെർബൻ. ഇനി അടുത്ത പാർട്ടിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉൺറേഗൽമേസിക വെർബൻ അല്ലെങ്കിൽ ഇറഗുലർ വെർബ്സ് ആയിരിക്കും. ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.